യൂദായുടെ ലേഖനമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. പുസ്തകങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും കൊടുക്കാം. അതിനുശേഷം പത്രോസിൻ്റെ 2-ാം ലേഖനം, അതിനുശേഷം തീമോത്തിയോസിൻ്റെ 2-ാം ലേഖനം. ഈ 3 ലേഖനങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന ആശയങ്ങളും സന്ദേശങ്ങളെല്ലാം ഒരുപോലെയുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് പാൽക്കാലം ആ പുസ്തകം പ്രസ്താവിക്കാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നത്. യൂദായുടെ ലേഖനത്തിലേക്ക് യേശുക്രിസ്തുവിന്റെ ദാസനും യാക്കോബിന്റെ സഹോദരനുമായ യൂദാ, പിതാവായ ദൈവത്താൽ സ്നേഹിക്കപ്പെട്ടും യേശുക്രിസ്തുവിനായി സൂക്ഷിക്കപ്പെട്ടും ഇരിക്കുന്നവരായി വിളിക്കപ്പെട്ടവർക്ക് എഴുതുന്നത് നിങ്ങൾക്ക് കരുണ സമാധാനവും സ്നേഹവും വർദ്ധിക്കുമാറാകട്ടെ. പ്രിയരെ, നമുക്ക് പൊതുവുള്ള വിഷയത്തെക്കുറിച്ച് നിങ്ങൾ കണ്ടുപോകാൻ സകല പ്രയത്നം ചെയ്യും വിഷ്ണുമാർക്ക് ഒരിക്കലും കരുണയിപ്പിക്കുന്ന വിശ്വാസം വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതാൻ ആവശ്യം എനിക്ക് തോന്നി. നമ്മുടെ ദൈവത്തിന്റെ കൃപയെ ദൃഷ്ടാന്തങ്ങൾക്ക് ഏതുവാക്കി ഏകനാഥങ്ങളുടെ ഭാഗമായി യേശുക്രിസ്തുവിനെ നിഷേധിക്കുന്ന അഭക്തരായ ചില മനുഷ്യൻ നിറഞ്ഞു വന്നിരിക്കുന്നു. അവരുടെ ശിക്ഷാവിധി കൊണ്ട് തന്നെ എഴുതിയിരിക്കുന്നു. നിങ്ങളോ സകല ഒരിക്കലും അറിഞ്ഞെങ്കിലും നിങ്ങളെ ഓർപ്പിപ്പാൻ ഞാൻ ഇച്ഛിക്കുന്നതെന്നാൽ കർത്താവിനത്തെ മിസ്രൈമിൽ നിന്ന് രക്ഷിച്ചിട്ടും വിശ്വസിക്കാത്തവരെ ഭിന്നത്തെ ശിക്ഷിച്ചു. നമ്മുടെ വാഴ്ച കാത്തുകൊള്ളാതെ സ്വന്തം വാസനം വിട്ടുപോയി ദൂതന്മാരെ മഹാവധിക്കുന്ന എന്നേക്കുള്ള ചങ്ങലയിട്ട് അന്ധകാരത്തിൽ നിന്ന് സൂക്ഷിക്കുന്നു. അതുപോലെ സ്വതവും ഗോമറായി ചുറ്റുമുള്ള പട്ടണങ്ങളും അവർക്ക് സ്വമായി തുറന്നുറപ്പാചരിച്ച് അന്യയുടെ മുഖം നടന്നില്ല നിത്യാഗ്നിയുടെ ശിലാതിരിച്ചുള്ള ദുഷ്ടമായി കിടക്കുന്നു. അങ്ങനെ തന്നെ അവർ സ്വർണ്ണാവസ്ഥയിലായി ചരിത്രം വെള്ളമാക്കുകയും കർത്തൃത്വത്തെ ചുച്ചിരിക്കും മകളെ ദുഷിക്കുകയും ചെയ്യുന്നു. എന്നാൽ പ്രധാന ദൂതനായി മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് വിശാലോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദോഷവും വെച്ചിരിപ്പാനില്ല, കർത്താവ് നിന്നെ ഭക്ഷിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ നമ്മൾ അറിയാത്തവർക്ക് ദോഷിക്കുന്നു. ബുദ്ധിയില്ലാത്ത നമ്മളെ പോലെ സ്വാഭാവികമായി ലയിക്കുന്ന ആളുകളെ അവർ തന്നെ വഷളാക്കുന്നു. അവർ കയ്യോ കഷ്ടം. അവർ കായിന് വഴി നടക്കുകയും കൂലി വെച്ച് വിലാവിന്റെ മണിയിൽ തങ്ങളെ തന്നെ ഏൽപ്പിക്കുകയും കുറേ മത്സരത്തിൽ നശിച്ചു പോവുകയും ചെയ്യുന്നു. ഇവർ നിങ്ങളുടെ സ്നേഹസത്യത്തിൽ മറന്നിടുന്ന പാറുകൾ നിങ്ങളോട് വിരുദ്ധൂടെ ഫൈനോടെ നമ്മളെ തന്നെ തീരുന്നവർ കണ്ടുകൊണ്ടുള്ള വെള്ളമില്ലാത്ത മേഖലകൾ ഇലവഴിഞ്ഞും ഫലനിധിയും 2 രീതിയിൽ വേറിട്ടും പോയ വൃക്ഷങ്ങൾ തങ്ങളുടെ നാണക്കേട് തീർച്ചു വരുന്ന വലിയ വർത്തനകൾ സദാകാലത്തേക്കും അന്ധത സൂക്ഷിച്ചിരിക്കുന്ന വക്രവീയ നക്ഷത്രങ്ങൾ തന്നെ. ആദാമത് ഇടാനായ കാനോകം ഇവനെക്കുറിച്ച് കർത്താവ് എല്ലാവരും വിധിപ്പാൻ ആ ഭക്തിയോട് ചെയ്യുന്ന ഭക്തിയുക്തമായ സ്ഥലം പുറത്തോളം നിന്നും ഭക്തിയുടെ ഭാവിൽ തന്റെ പേരെ പറഞ്ഞ നിഷ്കൂറിൽ നിന്ന് ഭക്തിയിലേക്കും ബോധം കെടുത്തുവാൻ 1000 മിഷന്മാരോട് വന്നിരിക്കുന്നു പ്രവചിച്ചു. അവർ പുരോഗതിക്കാരനുകൾക്ക് ഗതിയെക്കുറിച്ച് ആവലാതി പറയുന്നതുമായി സ്വന്തം മോഹങ്ങളെ അനുസരിച്ച് നടക്കുന്നു. അവരുടെ വായു ഒമ്പതിൽ കലിസത്തിനായി അവർ മോശം പ്രയോഗിക്കുന്നു. നമ്മുടെ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ അപ്പസ്തലന്മാർ മുൻപറഞ്ഞ വാക്കുകളെ ഓർപ്പിക്കും. അന്ത്യകാലത്ത് ഭക്തരുടെ മോഹങ്ങളെ അരിച്ചെടുത്തിട്ടും പരിഹാസം ഉണ്ടാകുന്നവർ നിങ്ങളോട് പറഞ്ഞില്ല. അവർ ഭിന്നതയുണ്ടാക്കുന്നവർ പ്രാകൃതന്മാർ ആത്മാവില്ലാത്തവർ. നിങ്ങളോ പ്രിയമുള്ളവരെ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസ ആധാരമാക്കി നിങ്ങൾക്ക് തന്നെ ആത്മീയവർദ്ധനം പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥനയിൽ നിത്യനായിക്കൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കരുണയ്ക്കായി കാത്തുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊടുക്കും. സംശയിക്കുന്നവരായി ചുറ്റോട് കണ്ണയും ചുറ്റി തീരുന്ന് വലിച്ചെടുത്തിരിച്ചിട്ടും ജഡത്താൽ കരപിടിച്ച് അങ്കുപോലും കുറച്ചുകൊണ്ട് പുറത്തോടെ കണ്ണ് കാണിക്കും. വീടാതെ തന്നെ നിങ്ങളെ സൂക്ഷിച്ച് തന്നെ മഹിമാസനത്തിൽ ആനത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളൂ. കർത്താവായ യേശുക്രിസ്തുവിനെ നമ്മുടെ രക്ഷിതമായ ഏകദൈവത്തിൽ തന്നെ സർവകാലത്തിനു മുമ്പും ഇപ്പോഴും സദാകാലത്തോളം തേജസ്സും മഹിമയും ബലവും അധികാരവും ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. യേശുക്രിസ്തുവിന്റെ ദാസൻ അപ്പസ്തലനുമായ ശീമോൻ പത്രോസ്. ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നീതിയാൽ ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അത് വലിയൊരു വിശ്വാസം ലഭിച്ചപ്പോഴേ ദൈവത്തിന്റെയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ഞങ്ങൾക്ക് പ്രതി സമാധാനം വർദ്ധിക്കുമാറാകട്ടെ. ലോകത്താലും വീതിത്തലം നമ്മെ വിളിച്ചുകൊണ്ട് പരിജ്ഞാനത്താൽ അവന്റെ ജീവന ഭക്തിക്ക് വേണ്ടി നോക്കി വിധാനം ചെയ്തിരിക്കുന്നത്. അവയാൻ വലിയതയും അതിമത്തായ വാഗ്ദങ്ങളിൽ നിന്ന് നമ്മൾ വിളിക്കുന്നു. നിങ്ങൾ ലോകത്തിന് മുഖത്താനുള്ള നാശം വിട്ടുകൊണ്ടിട്ട് ദിവസവാദം കൂട്ടാളികളായി തേടിയത് അതിൽ തന്നെ നിങ്ങളുടെ സർവ്വസ്വഭാവം പിടിച്ചു. നമ്മുടെ വിശ്വാസത്തോട് വീര്യത്തോട് പരിജ്ഞാനം പരിജ്ഞാനത്തോട് ഇന്ദ്രിയത്തോട് ശ്രദ്ധയും ശരിയോട് ഭക്തി വ്യക്തിയോട് സഹോദരത്തോട് സ്നേഹം കൂട്ടിക്കൊള്ളും. ഇവ നമ്മളുണ്ടായി വർദ്ധിക്കുന്നതിന് നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനം സംബന്ധിച്ച് ഉത്സവമില്ലാത്തവരുടെ നിഷ്ഠൂരമായ കാര്യത്തിൽ അവരില്ലാത്തവരുടെ ഉടനെ അവൻ വസ്ത്രദൃഷ്ടിയുടെയും തന്റെ മുമ്പിന്റെ പാവങ്ങളുടെ ശുദ്ധീകരണം മറന്നവൻ തന്നെ. അതുകൊണ്ട് സഹോദരന്മാരെ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ അദ്ദേഹം ശ്രമിക്കും. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാൾ ഇടപോകാതെ കർത്താവിന്റെ വിഷയമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞവരും ലഭിച്ച സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നതിന് എപ്പോഴും ഓർമ്മിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു എനിക്ക് അറിവ് തന്നതുപോലെ എന്റെ കൂടാരം പൊളിഞ്ഞു പോകാൻ എടുത്തിരിക്കുന്നത് ഞാൻ അറിഞ്ഞിരിക്കാൻ ഞാൻ ഈ കൂടാരത്തിൽ ഇരിക്കുന്നവർ നിങ്ങളെ ഓർപ്പിച്ചു യുദ്ധം ചെയ്തിരിക്കുന്നു. അത് നിങ്ങൾ എന്റെ നിര്യാണത്തിന് ശേഷം എപ്പോഴും ഓർത്തുകൊണ്ടാണ് ഞാൻ സഹായിക്കുന്നത്. ഞങ്ങൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ശക്തിയും പ്രത്യക്ഷയും നിങ്ങളെ അറിയിച്ച നിർമ്മതികളെ പ്രമാണിച്ചിട്ടില്ല. അവന്റെ മക്യമുണ്ട സാക്ഷികളായിട്ടത് ഇവനെന്റെ പ്രിയപുത്രൻ നിബന്ധന ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം അതിശ്രേഷ്ഠ തേജസ്സിൽ നിന്ന് വന്നപ്പോൾ പിതാവായ ദൈവത്താൽ അവന് തേജസ്സും മാന്യങ്ങൾ ലഭിച്ചു. ഞങ്ങൾ അവനോട് വിശുദ്ധപർവ്വത്തിൽ ഇരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും ഈ ശബ്ദം ഉണ്ടായിട്ടുണ്ട്. പ്രവാചകവാക്യം അതീശ്വരമായി നമുക്കുണ്ട്. നേരം വെളുക്കുകയും നമ്മുടെ ഹൃദയങ്ങളിൽ ഹൃദയശാസ്ത്രവും വിധിക്കുകയും ചെയ്യുമ്പോൾ 2 സ്ഥലത്ത് പ്രവാസികളുടെ ഉടക്കുപോലെ ഇതിനെ കരുതുണ്ടാകുന്നുണ്ട്. തിരുവഴുത്തിലെ പ്രവചനത്തിന്റെ സ്വമായ വ്യാഖ്യാനത്താൽ ഉളവാകുന്നതല്ല എന്ന് ആദ്യം തന്നെ അറിഞ്ഞുകൊള്ളണം. പ്രവചനം ഒരിക്കലും മനുഷ്യന്റെ ഇഷ്ടത്താൽ വന്നതല്ല, ദൈവകൽപ്പനയാൽ മനുഷ്യൻ പരിശുദ്ധാത്മാ നിരവപ്രായത്തിലെ സംസാരിച്ചവരെ. 2-ാം അധ്യായം. എന്നാൽ കള്ളപ്രവാചകന്മാരും ജനത്തിന്റെ പേരിലുണ്ടായിരുന്നു. അങ്ങനെ നിങ്ങളുടെയും ദുരൂഹമാരുണ്ടാകും. അവർ നാശകരമായ മതഭേദങ്ങളെ ഗ്രഹിച്ച് തങ്ങളെ നിലയ്ക്കുവാങ്ങി നാളെ തള്ളിപ്പറഞ്ഞ് തങ്ങളെ തന്നെ ശീഘ്രവാസം വരുത്തും. അവരുടെ ദുഷ്ടാനപ്പെടുത്തികളെ പലരും അനുകരിക്കും. അവർ നിമിത്തം സത്യമാർക്കും ദുഷിക്കപ്പെടും. അവരുടെ ദുര്യാഗ്രഹത്തിൽ കശുവാക്കണം നിങ്ങളെ വാണിപ്പുണ്ടാക്കും. അവർക്ക് പൂർവ്വകാലങ്ങളിൽ ന്യായവിധാംസിയാകുന്നു. അവരുടെ നാശം കുറവൊന്നുമില്ല. പാവം ചെയ്ത ദൂതന്മാരെ നിങ്ങൾ ആദരിക്കാതെ രണ്ടവസരം ഞങ്ങളിട്ട് നിലത്തിലേക്ക് ന്യായവിധിക്കായി കാപ്പാൻ ഏൽപ്പിക്കുകയും പുരാതന ലോകത്തെ ആദരിക്കാതെ ഭക്തിയുടെ ലോകത്തെ പ്രത്യേക നീതിപ്രസംഗിയായി നോക്കി വീട്ടിലൂടെ പാലിക്കുകയും സ്വന്തം ഗോമോർ എന്ന വടങ്ങളെ വസീകരിച്ച് ഉന്മൂലമാസ്ഥാൻ ന്യായം വിധിച്ച് മേലാൽ ഭക്തിയായിട്ട് നടക്കുന്നവർക്ക് വിശ്രാന്തമായി വയ്ക്കുകയും ധർമ്മയോടെ വസിക്കുമ്പോൾ നാൾതോറും
അഹ്മാദ് പ്രവർത്തി കണ്ടു കയറ്റുന്നവന്റെ നീതിയുള്ള മനസ്സിൽ നൊന്ത് അവരുടെ ദുഷ്ടാന്തത്തിൽ വളഞ്ഞുപോയി നീതിമാൻ ആരോഗ്യത്തിലിരിക്കുന്നു. കർത്താവ് ഭക്തന്മാരെ പരീക്ഷിച്ച് ഇടിപ്പാണ് നീതിയുടെ ഒരു വിശേഷം മെല്ലുകൊണ്ട് അനുസരിച്ച് നടക്കുകയും കർത്തൃത്വത്തെ തെച്ചുകയും ചെയ്യുന്നവരെ ന്യായവിധിയുടെ ജനത്തിനായി കാപ്പാനും അറിയുന്നവരെ ബലവും ശക്തിയെ ദൂതന്മാർ കർത്താവിന്റെ സന്നിധി ദോഷം ഉച്ചരിക്കാതിരിക്കെ ആ ദാർശനിയുടെ അന്വേഷിക്കാൻ മഹിമ ദൂഷിക്കാൻ ശ്രമിക്കുന്നില്ല. ജാതിയായിട്ട് വിഷമറന്ന് ബുദ്ധിയില്ലാത്ത എന്തെങ്കിലും കൂടെ അദ്ദേഹത്തിനെ ദുഷിക്കാൻ അനീതി കൂതിരിയും അനുഭവിച്ചുകൊണ്ട് സ്വന്തം വർഷം തളർന്നിച്ചു പോകും. താൽക്കാലിക ഓർമ്മത്തിൽ സുഖം വെച്ച് നിങ്ങളുടെ സ്നേഹത്തിൽ നിങ്ങളോടുകൂടെ വലിഞ്ഞൊഴിഞ്ഞ് ഉടക്കണമെന്ന് കറളും വന്നു. അവർ നേരിട്ട് രസിക്കുകയും പാപം കണ്ട് തൃപ്തികളായിരിക്കുകയും ദ്രിവേഗതല ഹൃദയം പറഞ്ഞ ശാവയോഗ്യന്മാർ അവർ നേർവഴി വിട്ടുമാറി വിയോർണനായ പിതാവിന് വഴി നടന്നു. അവൻ അനീതിയുടെ ഗുരു ഒതിച്ചോകിലും തന്റെ ശക്രത്തിന്റെ ശാസനം കിട്ടി. ഉയടക്കഴുത് മനുഷ്യവാക്കായി ഉരുവാടി പ്രവാചന്റെ ബുദ്ധിനത്തെ തടുത്തല്ലോ. അവർ വെള്ളമില്ലാത്ത കിണറുകളും കൊടുങ്കാറ്റോടുന്ന മഞ്ഞുമേഖലമാകുന്നു. അവരുടെ പോരിട്ട് സംഗ്രഹിച്ചിരിക്കുന്നു. വഴിതെറ്റി നടക്കുന്നവരെ ഇപ്പോൾ അളന്നവരെ അവർ ഒമ്പറഞ്ഞ നിഷ്കാരണത്തിലുള്ള കാമഭാവത്തിൽ കൊടുക്കുന്നു. തങ്ങൾ തന്നെ നാശത്തിന് അടിമകളായിരിക്കും. മറ്റവരുടെ സ്വാതന്ത്ര്യത്തെ വാഗ്ദാനം ചെയ്യുന്നു. ഒരുത്തൻ ഏതിനോട് തോൽക്കുന്നുവോ അതിന് അടിമപ്പെട്ടിരിക്കുന്നു. കർത്താവ് രക്ഷകമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീട്ടുമുടിക്ക് തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തേക്കാൾ അതിമോഷമായിപ്പോയി. തങ്ങൾക്ക് ഏൽപ്പിച്ചിട്ട് വിശുദ്ധകർമ്മയെ നീതിയുടെ വഴി അറിഞ്ഞ ശേഷം വിട്ടുപറയുന്നതിനേക്കാൾ അത് അറിയാതിരിക്കുന്നവരെന്നാണ്. എല്ലാ സ്വന്തം ശക്തിയിലായും കുളിച്ചിട്ട് ചെളിയിൽ ഉരുളോൻ നിന്ന് പങ്കിനുള്ള സത്യമായ പഴഞ്ചൊല്ല് പോലെ അവർക്ക് സംഭവിച്ചു. 3-ാം അധ്യായം. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്ന 2-ാം ലേഖനമല്ല. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വാനങ്ങൾ നിങ്ങളുടെ അപ്പസ്തലനുമാനും കർത്താവ് രക്ഷകമാണെന്നുള്ള എപ്പോഴും ഓർത്തുകൊണ്ടാണ് ഈ ലേഖനം ഞാൻ നിങ്ങളെ ഓർപ്പെടുത്തി നിങ്ങളുടെ പരമാർത്ഥമാണ് സമർപ്പിക്കുന്നു. അവന്റെ പ്രത്യക്ഷയുടെ വാക്തത്വങ്ങളുടെ പിതാക്കന്മാർ നിദ്ര കൊണ്ട ശേഷം സർവ്വസൃഷ്ടിയുടെ ആരംഭത്തിൽ ഇതുപോലെ തന്നെ ഇരിക്കുന്നു എന്ന് പറഞ്ഞ സ്വന്തം മോഹങ്ങളെ അനുസരിച്ചുള്ള പരിഹാസത്തോടെ അധികാരത്തോടെ നിശ്ചയം അറിഞ്ഞുകൊള്ളുന്നു. ആകാശവും വെള്ളത്തിൽ നിന്ന് വെള്ളത്താലുള്ളതായ ഭൂമിയും കൊണ്ട് ദൈവത്തിന്റെ വയനാൽ ഉണ്ടായിരുന്നു. അതിനാൽ അന്നുള്ള ലോകം ജലപ്രയത്താൽ മുമ്പ് നശിച്ചിരുന്നു. ഇപ്പോഴത്തെ ആകാശവും ഭൂമി അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചു. ന്യായവിധിയും ഭക്തിയുടെ മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തെ കാത്തിരിക്കുന്നുവെന്ന് അവർ മനസ്സോടെ മറന്നു കളയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, കർത്താവിന്റെ ദിവസം 1000 സന്ദർശം പോലെയും 1000 സന്ദർശക ദിവസം പോലെ ഇരിക്കുന്നതിനേക്കാൾ നിങ്ങൾ ചില താമസം വിചാരിക്കുന്നവർ കർത്താവിന്റെ വാക്കുകൾ ഇപ്പോൾ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോലെ എല്ലാവരും ആശ്രയിക്കുവാണ് എത്തിച്ചിട്ട് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നവരുള്ളൂ. കർത്താവിന്റെ ദിവസം കടലിനെ പോലെ വരും. അന്ന് ആകാശം കൊടുമൃഗത്തോടെ ഒഴിഞ്ഞു പോകും. ഓരോ പദാർത്ഥങ്ങൾ കത്തിയടിയും ഭൂമിയും അതിന്റെ പരികളെ വിട്ടുപോവുകയും ചെയ്യും. ഇതിനെ ഇവയൊക്കെ എഴുവാനിടയില്ല. ആകാശം തൊട്ടെഴുവാനും മൂലപദാർത്ഥങ്ങൾ വിട്ടെഴുവാനുള്ള ദൈവത്തിന്റെ വരവാദിൽ നിന്ന് ബന്ധപ്പെടുത്തിക്കൊണ്ടായിരുന്നു വിശുദ്ധീകരണ ഭക്തരായിരിക്കുക. എന്നാൽ നാം വാക്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിന് പുതിയ ഭൂമിക്ക് ഒഴിവാതിരിക്കുന്നു. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളെയൊക്കെ കാത്തിരിക്കാൻ അവൻ നിങ്ങളെ കലയും കളങ്കവും ഇല്ലാത്തവരായി സമാധാനത്തോടെ കാണുവാൻ ഉത്സാഹിച്ചുകൊണ്ട് നമ്മുടെ ദൈവത്തിന്റെ ദീർഘക്ഷമ രക്ഷിക്കുന്നില്ലായിരുന്നു. അങ്ങനെ പ്രിയ സഹോദരനായ പൗലോസും തനിക്ക് ലഭിച്ച ജ്ഞാനത്തിനത കൊണ്ടും നിങ്ങൾക്കും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ആ സകല ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. അവയിൽ ഗ്രഹിക്കാൻ പ്രയാസമുള്ളതിലുണ്ട്. അറിവില്ലാത്തവരും അസ്ഥിരന്മാരുമായവർ ശേഷം തിരുവോളത്തെ പോലെ അത് നമ്മൾ നാശത്തിനായി കളയുന്നു. എന്നാൽ പ്രിയമുള്ളവരെ, നിങ്ങൾ മുമ്പോട്ട് അറിഞ്ഞിരിക്കേണ്ട അധർമ്മികളുടെ വഞ്ചനയിൽ കുടുങ്ങി സ്വന്തം ശരീരം വിട്ട് വീണുപകാരപ്പാൻ സൂക്ഷിച്ചു. കൃപയിലും നമ്മുടെ കർത്താവ് ലക്ഷ്യമായ യേശുക്രിസ്തുവിന്റെ വിജ്ഞാനത്തിനും വളരെയും അവൻ എന്നേക്കും മഹത്വം. ആമേൻ. രണ്ടാം ലേഖനം. യേശുക്രിസ്തുവിന്റെ ജീവന്റെ വാഗ്ദത്തപ്രകാരം ദൈവരക്ഷകനായ യേശുക്രിസ്തുവിന്റെ അപ്പസ്തലനായ പൗലോസ് മകനായ തിമോഥെയോസിന് എഴുതി. പിതാവായ ദൈവത്തിൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയിൽ സമാധാനവും ഉണ്ടാകട്ടെ. എന്റെ പ്രാർത്ഥനയിൽ രാവും പകലും ഇടപെടാതെ നിന്നെ സ്മരിച്ച നിന്റെ കണ്ണീനോട് നിന്നെ കണ്ട് സന്തോഷപൂർണ്ണനാകാൻ വാഞ്ചിച്ചുകൊണ്ട് ഞാൻ പൂർവ്വന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നമ്മുടെ മനസ്സാക്ഷിയുടെ ആരാധിക്കുന്ന ദൈവത്തിന്റെ നിന്റെ ദൈവവിശ്വാസത്തിന്റെ ഓർമ്മയെന്ന് സ്തോത്രം ചെയ്യുന്നു. ആ വിശ്വാസം ആദ്യം നിന്റെ വലിയ ലോകവിശ്രമം ജീവിക്കുന്നുണ്ടായി പിന്നീട് മുണ്ടെന്ന് ഉറച്ചിരിക്കുന്നു. അതുകൊണ്ട് എന്റെ കൈപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ പ്രഭാവം ഏൽപ്പിക്കുമെന്ന് ഓർപ്പെടുന്നു. ഫീലത്തിന്റെ ആത്മാവിനുള്ള ശക്തിന്റെയും സ്നേഹത്തിന്റെയും സ്വഭാവത്തിന്റെ ആത്മാവത്തിലെ ദൈവം നമുക്ക് തന്നു. നമ്മുടെ പ്രധാന സാക്ഷ്യതയും അവന്റെ കഥനായി എന്നെയും കുറിച്ച് ലഭിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തി കത്തോളം നീ എന്നോട് പ്രശംസിക്കുക. അവനെ രക്ഷിക്കും ഇഷ്ടം വിളിക്കുകയും ചെയ്ത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമുള്ള സകലകാലത്തിന് മുമ്പ് യേശുക്രിസ്തു നൽകിയിരിക്കുന്നു. ഇപ്പോൾ മരണം നീക്കി സുവിശേഷം കൊണ്ട് ജീവനും അക്ഷതയും ലഭ്യത്വം ചെയ്തവരുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്ന സ്വന്തം അമയത്തിനെ പ്രവൃത്തിമാക്കണമെന്ന് ആ സുവിശേഷത്തിന്റെ പ്രസംഗിയും അപ്പസ്തലനും ഉപദേഷ്ടമായി നൽകപ്പെട്ടിരുന്നു. അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെ സഹിക്കുന്നെങ്കിൽ ലഭിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിക്കുന്ന എന്ന് അവൻ എൻ്റെ ഉപയോഗി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഉറച്ചിരിക്കുന്നു. എന്നോട് കേട്ടി പത്യവചനം യേശുക്കളുടെ വിശ്വാസത്തിലും സ്നേഹത്തിലും മറ്റൊന്നും മാത്രമായിക്കൊള്ളു. ആ നല്ല ഓർമ്മി നമ്മിൽ വസിക്കുന്ന പരിഷ്ഠാത്മാവനാൽ സൂക്ഷിക്കുന്നു. ആശയക്കാർ എല്ലാവരും എന്നെ വിട്ട് വൈകളൊന്നും അറിയില്ല. ഫുലോസ് കൊടുത്തുള്ളതാണ്. പലപ്പോഴും എന്നെ കൽപ്പിച്ചനായ ഓരേസി പോലീസിന്റെ ഉറുമ്പിന്റെ കർത്താവ് കണ്ണുള്ളവരാണ്. അവന്റെ ചമലയെക്കുറിച്ച് ലഭിക്കാതെ ഞാൻ റോമിൽ എത്തിയോടുന്ന താല്പര്യത്തോടെ എന്നെ തിരിഞ്ഞു കണ്ടെത്തുന്നിരിക്കുന്നു. ആ ദിവസം കർത്താവിന്റെ പക്കൽ കണ്ടെടുത്തുവാൻ കർത്താവ് എന്നെ സമയത്തോടെ എഫസോസിലേക്ക് അവൻ എനിക്ക് എന്തെല്ലാം ശുശ്രൂഷ ചെയ്തുവെന്ന് നീ നല്ലവണ്ണം അറിയുമ്പോൾ. 2-ാം അധ്യായം. എന്റെ മകനെ യേശുക്രിസ്തുവിന്റെ ശക്തിപ്പെടുക. നീ പല സാക്ഷികളുടെ മുമ്പായി എന്നോട് മറ്റുള്ളവർ ഉദ്ദേശിക്കാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യത്തെ പരിമേൽപ്പിക്കുക. യേശുക്രിസ്തുവിന്റെ നല്ലവടനായി നീ എന്നോടുകൂടെ കർഷകരിക്കുക. പറയാതെ പ്രസാദിപ്പിക്കണേ. യാതൊരുവിടെയാളും ജീവിത കാര്യത്തിലോടുള്ളായിരിക്കുന്നു. ഒരുത്തം വെല്ലുവിളിയാലും ചട്ടപ്രകാരം പരാതി കീഴം പ്രാപിക്കുന്നില്ല. അധ്വാനിക്കുന്ന കൃഷിക്കാരനാവുന്നു ആദ്യം ഫലമനുഭവിക്കേണ്ടത്. ഞാൻ പറയുന്നത് ചിന്തിച്ചുള്ളൂ. കർത്താവ് സ്വാതന്ത്ര്യം ബുദ്ധി നൽകുന്നു. ദാവീദിന്റെ സന്ധിയായി ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുള്ളൂ. അതാവുന്നു എന്റെ സുവിശേഷം. അത് അറിയിക്കുന്നതിൽ ഞാൻ ദുഷ്പ്രവൃത്തിക്കാരൻ എന്നാലോ എന്ന് ധരിച്ച്
ദൈവത്തിന് ബന്ധനമില്ല. ദൈവത്തിന് യേശുക്രിസ്തു ലക്ഷം ദേശത്തോട് പെരുമാറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവർക്കായി സകലം സഹിക്കും. നാം അവരോട് മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. നാം തള്ളിപ്പറയുമെങ്കിൽ അവൻ നമ്മയും തള്ളിപ്പറയും. നാം അവശരായിരുന്നാലും അവൻ വിശ്വസ്തനായി പറയും. നല്ല സ്വഭാവം തിരിപ്പാൻ അവൻ കഴിയില്ല. ഈ വചന വിശ്വാസികൾ കേൾക്കുന്നവരെ മനസ്സിലാകുന്നല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്ദാനം ചെയ്യാതിരിക്കണേ. കർത്താവിനെ സാക്ഷിയാക്കിയവരാണ്. സത്യമായിട്ട് യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ഇരിക്കാൻ വകയില്ലാത്ത വേലക്കാരനെ ദൈവത്തിന് ഉള്ളവനായി നിൽക്കുക. ഉദ്യോഗത്തിന് ധാരാളം ആ വാക്കാർക്ക് അഭക്തിയാചരണം മുതിർന്നവരുടെ അവരുടെ വാക്ക് 60 വ്യാധി പോലെ ഇരുന്നുകൊണ്ടിരിക്കും. ഹോമിയോസി കൊടുത്തിട്ടുണ്ടാകുന്നു. അവർ സത്യം വിട്ട് തെറ്റി പുനരുദ്ധാരണം കഴിഞ്ഞു പറഞ്ഞാൽ ചിലരുടെ വിശ്വാസം നടത്തുന്നത്. എങ്കിലും ദൈവത്തിന്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നതെന്നും കർത്താവിനെ നാം ഉച്ചരിക്കുന്നതെല്ലാം അനീതി വിട്ടാവുന്നുള്ളവരുടെ എന്നും ആകുന്നു അതിനെ എതിരാക്കുക. എന്നാൽ ഒരു വലിയ വീട്ടിൽ വെണ്ണിലുള്ള സമാനം മാത്രമുള്ള മരവും മണ്ണുമുണ്ട്. ചിലത് മാന്യകാര്യത്തിലും ചിലത് ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്നത്. ഇവ വിട്ടാൽ തന്നെത്താൻ വെടിപ്പാക്കുന്ന വിശുദ്ധവും ഉടമസ്ഥന് ഉപയോഗവുമായി നല്ല വേലയ്ക്കൊക്കെ ഒരുങ്ങിയിരിക്കുന്ന മാനപത്രമായിരിക്കും. യൗവനഭാവങ്ങളെ വിട്ടോടി നീതിഭക്തി വിശ്വാസം ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനിക്കാം. ബുദ്ധിരാത്ത മോട്ടോർക്ക് സന്ധി തെളിയുന്നത് കഴിഞ്ഞിരിക്കുക. കർത്താവിന്റെ സന്നിടാതെ എല്ലാവരും ശാന്തം ഉപദേശിക്കാൻ സമർത്ഥനും ദോഷം സഹിക്കുന്നതുമായി തീരുന്നു. രോഗിപതിയും സത്യന്റെ മനഃജാതനായി മാനസം നൽകുമെന്നും പിശാചിനാൽ പിടിപെട്ട് കുടുങ്ങിയിരിക്കാൻ അവർ സുബോധം പ്രാപിച്ചതിന്റെ വെളിയിൽ തുടങ്ങി നിരീക്ഷണം ചെയ്യുന്നതിന് അവരെ സമിതിയോടെ പഠിപ്പിക്കേണ്ടതുമാവുന്നു. മൂന്നാമത്തെ അന്ത്യകാലത്ത് അപകട സമയങ്ങൾ വരുമെന്നറിയുക. മനുഷ്യൻ സ്വസ്നേഹികളും ദ്രവ്യാഗികളും വമ്പുപറയുന്നതിലും അഹങ്കാരികളും ദോഷന്മാരും അമയന്മാരും അനുസരിക്കാത്തവരും നന്ദിയുള്ളവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജയന്മാരും ഉഗ്രന്മാരും സർവദോഷവും ദ്രോഹികളും രാഷ്ട്രീയക്കാരും നിപുണങ്ങളുമായി ദൈവപ്രേമില്ലാതെ ഭോഗപ്രിയന്മാരായി ഭക്തിയുടെ വേഷം ധരിച്ച് ശക്തിയിരിക്കുന്നവരായിരിക്കും. അങ്ങനെയുള്ളവരെ വിട്ടുകൊടുക്കുക. വീടുകളിൽ മൂന്നോടക്കുകയും പാവങ്ങളിച്ചുകൊണ്ട് നാനാ മോഹങ്ങൾക്ക് അധീനരായി എപ്പോഴും പഠിച്ചിട്ടും ഒരിക്കലും സത്യത്തിന്റെ പരിജ്ഞാനം പ്രാപിക്കാൻ കഴിയാത്ത പെണ്ണുങ്ങളെ സ്വാധീനിക്കുകയും ചെയ്താൽ കൂടുതലാണ്. എന്നോ സംഭവം മോശയോട് തീർത്തുന്ന പോലെ ഇവരും സത്യത്തോടെ നടത്തിയിട്ടും വിശ്വാസം സംബന്ധിച്ച് വളരെ മാത്രമേ അവർ അധികം കൊടുക്കുകയില്ല. മേൽപ്പറഞ്ഞവരുടെ ബുദ്ധിയോടെല്ലാവരും വെളിപ്പെട്ടതുപോലെ അവരുടെ ബുദ്ധിയോടെ വെളിപ്പെടും. നീയോ എൻ്റെ ഉപദേശം നടത്തുന്ന ഉദ്ദേശം വിശ്വാസം ദീർഘം സ്നേഹം സഹിഷ്ണുത എന്നിവയും യോഗി ഇക്കൂലിയും യസ്ത്രയും എനിക്ക് സംബന്ധിച്ച ഉപദ്രവവും സ്ഥാനവും കണ്ടതിലും ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു അവർ എല്ലാവരും കർത്താവിനെ അടിയിച്ചു. എന്നാൽ ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാവും. ദുഷ്ടമരും മനുഷ്യരും മായാവിലും വഞ്ചിക്കുന്നുണ്ട്. മേൽക്കുമേൽ ദോഷത്തിലും മുതിർന്നു വരും. നീയോ നിന്നവനോട് പഠിച്ചു എന്ന് ഓർക്കുകയും യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ നിന്റെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവഴുത്തുകളെ ബാല്യം മുതൽ അറിയുകയും ചെയ്യുന്നതുകൊണ്ട് നീ പഠിച്ച് നിശ്ചയം പ്രാപിച്ചു നിലനിൽക്കുക. എല്ലാ തിരുവഴുത്തും ദൈവശാസ്ത്രീയമാകിയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തികൾക്കും മോഹപ്രവാചക വിജ്ഞാനാണ്. ഉപദേശത്തിനും സാധനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യാസനത്തിനും പ്രയോജനമുണ്ടാവുന്നു. നാലാമത്തെയായി ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്ക് ന്യായവിസ്താരം നടത്തുവാനുള്ള യേശുക്രിസ്തുവിനെ സാക്ഷിച്ചുകൊണ്ട് രാജ്യം പ്രത്യക്ഷത്തിൽ സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്. വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങലിക്കുക, സകല ദീർഘങ്ങളോട് സാധിക്കുക, തടഞ്ഞം ചെയ്യുക, പ്രബോധിക്കുക. അവർ പ്രത്യക്ഷ പുറക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തൊന്ന് ഉദ്ദേശന്മാരെ പെരുകയും സത്യത്തിനോട് കലപ്പാതിരിക്കുന്ന കാലത്തിൽ നീ സ്ഥലത്തിൽ നിർമ്മലായിരിക്കുക. സുവിശേഷത്തെ ശുശ്രൂഷിക്കുക. നീ നിന്റെ ശുശ്രൂഷ നടപടിയായി പ്രവർത്തിക്കുക. ഞാനോ ഇപ്പോൾ പനിയാകുമായി ഒഴിക്കപ്പെടുന്നു. എൻ്റെ നിര്യാണകാലം കൊടുത്തിരിക്കുന്നു. ഞാൻ നല്ലപോലെ വരുന്ന ഓട്ടം ജയിച്ചു, വിശ്വാസം കാത്തു. ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുടെ ന്യായാവധിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവൻ്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ വേഗത്തിൽ എൻ്റെ അടുക്കൽ വരുവാൻ ഉത്സാഹിക്കുക. ദേവാസ് ഈ ലോകത്തെ സ്നേഹിച്ചിട്ട് എന്നെ വിട്ട് തിസ്ബേലിക്ക് പോയി. ഗ്രേക്കോസ് തെലാത്തിക്കും തീത്തോസ് തെലാസ്തിക്ക് പോയി. ലൂക്കോസ് മാത്രമേ എന്നോട് കൂടെയുള്ളൂ. മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനായാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക. തീക്കോസിനെ ഞാൻ നെഫോസസിലേക്ക് അയച്ചിരിക്കും. ഞാൻ ത്രോവാസിൽ കാർപ്പോസിൻ്റെ പക്കൽ വെച്ചുകൊണ്ടിരുന്ന പുതപ്പും പ്രസംഗങ്ങളും വിശേഷാൽ ചർമ്മനിധങ്ങളും നീ വരുമ്പോൾ കൊണ്ടുവരിക. ചെങ്കോണിക്കാരനായ അലക്സാണ്ടർ എനിക്കൊരു ദോഷം ചെയ്തു. അവൻ്റെ വൃത്തികൾ തള്ളുവാനും കർത്താവ് അവനെ പാലിച്ചു. അവനോടെ പ്രസംഗത്തോട് അത്യന്തം എതിർത്തുകൊണ്ട് നീ അവനെ ചോദിച്ചുണ്ടോ. എൻ്റെ ഒന്നാം പ്രതിഭാഗത്തിൽ എനിക്ക് ആരും തോന്നുന്നില്ല. കർത്താവ് എനിക്ക് തോന്നുന്ന പ്രസംഗം എന്നെ നിവർത്തി പോകാൻ സകല ജാതികളിൽ കേൾക്കാൻ ഞാൻ ശക്തീകരിച്ചു. അങ്ങനെ സംഘത്തിൻ്റെ വായന നിശ്ചയമായി കർത്താവിനെ സകല ദുഷ്പ്രതി വിളിയിച്ചു. തൻ്റെ സ്വകീയരാജ്യമായി അവൻ എന്നേക്ക് മഹത്വം ക്രിസ്ത്യക്കും കിലോവനും ഓനേശ്വരൻ്റെ കുടുംബത്തിന് കർത്താവ് അവർ അഖിലോനും ഓനേശ്വരനും ഒന്നിനും കർത്താവ് കണ്ണുകളുണ്ട്. യേശുക്രിസ്തുവിന്റെ ആത്മാവോടെ ഇരിക്കട്ടെ. കൃപ നിങ്ങളെല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. പറഞ്ഞ ടൈമിനകത്ത് ഈ പുസ്തകങ്ങൾ 4-3 പറഞ്ഞ് വളരെ അനുകൂലമായ രീതിയിൽ നമ്മളെ കേൾപ്പിച്ച ഈ ദൈവദാസന് ഒന്ന് പ്രാർത്ഥിക്കാനാണ് പോയി. അതിനുശേഷം അദ്ദേഹത്തിന് വേണ്ടി നമ്മുടെ എറണാകുളത്തേക്ക് വലിയൊരു മരണത്തോട്ടം കൊടുക്കുന്നതായിരിക്കും. പ്രാർത്ഥിക്കും.